ഈ പുഴയും കിടന്ന് സീരിയലിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ ഒറിജിനൽ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എന്തായാലും നമ്മളുടെ ഗംഗയുടെയും വിനീതിൻ്റെയും കല്യാണം മുടങ്ങുമെന്നുള്ള പേടിയിൽ ശാരദയും കാവേരിയും എല്ലാവരും ഭയന്നിരുന്നിട്ട് കാവേരിനോട് നിതിൻ വന്ന് പറയുന്നുണ്ട്, നമുക്ക് വിനീതിൻ്റെ വീട് വരെ പോകാമെന്ന്. അങ്ങനെ കാവേരിയും വിനീതിൻ്റെ വീട്ടിലേക്ക് പോകാണ് നിതിൻ്റെ ഒപ്പം. അവിടെ ചെന്നതും അവർ ഓട് പൊളിച്ച് താഴെ ഇറങ്ങി അവിടുന്ന് വിനീതിനെ രക്ഷപ്പെടുത്തി കൊണ്ടിരുന്നുണ്ട്. ഈ സമയത്ത് നമ്മളുടെ സുജാതയാണെങ്കിൽ ഈ വിവരങ്ങളൊന്നും അറിയണില്ല. സുജാത വിചാരിച്ചിരിക്കുന്നത് വിനീത് റൂമിൽ തന്നെ ഉണ്ടെന്ന്. അതിന് കാരണം സുജാത ഈ ഹോളിക്കട നോക്കുമ്പോൾ ഈ നിതിൻ അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ വിനീതാണ് തെറ്റിദ്ധരിക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മളുടെ ഗംഗയാണെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുകയാണ്. 2 വിവാഹം മുടങ്ങി, ഈ വിവാഹം കൂടി മുടങ്ങി കഴിഞ്ഞിട്ട് ജീവിച്ചിരിക്കുന്നതിൽ ഒരർത്ഥമില്ല എന്നുള്ള തീരുമാനത്തിൽ ഗംഗ ആത്മഹത്യ ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. പക്ഷേ ഗംഗ ഓഡിറ്റോറിയത്തിൽ നിന്ന് പോണതൊന്നും അനുജത്തിമാർ കാണുന്നില്ല. അങ്ങനെ അനുജത്തിമാർ ഗംഗയെ അന്വേഷിച്ച് ചെല്ലുമ്പം ഗംഗയെ കാണുന്നില്ല എന്ന് ശാരദയോട് വന്ന് പറയുന്ന സമയത്ത് ശാരദയ്ക്ക് ആണെങ്കിൽ ഭയങ്കര സങ്കടവും ദേഷ്യവും വന്നിട്ട് ശാരദ പറയുന്നുണ്ട്, എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് എൻ്റെ 4 മക്കളും ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല, ഞാൻ ആത്മഹത്യ ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് പിള്ളേരോട് പറയുമ്പം പിള്ളേർ പറയുന്നുണ്ട്, ഞങ്ങൾ എന്ത് ചെയ്യാനാ ചേച്ചി, ഇത്രയും നേരം അവിടെ ഉണ്ടായിരുന്നു, ഇപ്പോൾ കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവരാണെങ്കിൽ ഈ ഗംഗയെ അന്വേഷിച്ച് പോകുന്നുണ്ട്. ഇതേസമയം നമ്മളുടെ വിനീതും കാവേരിയും കൂടി ജീപ്പിലിങ്ങനെ വരുന്ന സമയത്ത് ഒരു കുന്നിൻ്റെ മുകളിൽ ഗംഗയെപ്പോലെ ഒരു പെൺകുട്ടി നിൽക്കണം കണ്ടിട്ട് കാവേരി വിനീതിനോട് പറയുന്നുണ്ട്, വിനീതേട്ടാ വണ്ടി നിർത്തിയിരിക്കുകയെന്ന്. ആ സമയം വിനീത് ചോദിക്കുന്നുണ്ട്, എന്തിനാ കാവേരി ഇവിടെ വണ്ടി നിർത്തണം, ഇപ്പം തന്നെ സമയം ഒരുപാടായില്ലേന്ന് ചോദിക്കുമ്പോൾ വിനീതേട്ടൻ അങ്ങോട്ട് നോക്കിക്കേന്ന്. അങ്ങനെ വിനീത് നോക്കണ സമയത്ത് അവിടെ ഒരു പെണ്ണ് നിൽക്കുന്നത് കാണുന്നുണ്ട്. ഈ സമയം നമ്മളുടെ ഗംഗയാണെങ്കിൽ ഗംഗയുടെ അച്ഛനോട് യാത്ര പറയുകയാണ്. അച്ഛാ, ഞാൻ ഒരുപാട് പറന്ന് നടക്കണമെന്ന് ആഗ്രഹിച്ചു, ഒരുപാട് രാജ്യങ്ങൾ കാണണമെന്ന് ആഗ്രഹിച്ചു, അതുപോലെ തന്നെ ഒരുപാട് പുതിയ ബന്ധങ്ങൾ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചു, അതൊന്നും നടന്നില്ല. ഇനിയിപ്പോൾ എന്തായാലും ജീവിതത്തിൽ ഒരു പ്രതീക്ഷ ഇല്ലാണ്ടായി, ഇനി ഞാൻ അച്ഛൻ്റെ അടുത്തേക്ക് പറന്ന് വരാൻ പോവുക അച്ഛാന്നും പറഞ്ഞിങ്ങനെ ചാടാൻ തുടങ്ങുന്ന സമയത്ത് നമ്മളുടെ വിനീതും കാവേരിയും കൂടെ വന്ന് വേഗം തന്നെ പുറകിൽ നിന്ന് പിടിക്കുന്നുണ്ട്. അങ്ങനെ കാവേരി ഗംഗയെ പിടിച്ചിങ്ങോട്ട് വലിച്ചതും ഗംഗയാണെങ്കിൽ തിരിഞ്ഞു നോക്കുമ്പോൾ കാവേരിനെ കണ്ടിട്ട്, നീ എന്തിനാടി എന്നെ രക്ഷിച്ച്, എനിക്ക് മരിക്കണം, എനിക്കിനി ജീവിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ഒച്ചപ്പാടെടുത്ത് കരയണ സമയത്ത് കാവേരി പറയുന്നുണ്ട്, ചേച്ചി എന്തൊക്കെയായി പറയണേ, അപ്പോൾ ചേച്ചിക്ക് വിനീതേട്ടനെ കല്യാണം കഴിക്കണ്ടേന്ന് ചോദിക്കുമ്പം അതിന് വിനീതേട്ടൻ എവിടെയാണ്, വിനീതേട്ടൻ വന്നില്ലല്ലോ എന്ന് പറയുമ്പം, പിന്നെ ഞാൻ നിൻ്റെ വിനീതല്ലേടി, ഞാനടി വിനീതേട്ടൻ, ഞാൻ വന്നു, വാ ഗംഗ നമുക്ക് കല്യാണം കഴിക്കണ്ടേന്ന് ചോദിച്ചു വിനീത് വിളിക്കുന്ന സമയത്ത് ഗംഗയാണെങ്കിൽ സങ്കടവും സന്തോഷവും സഹിക്കാൻ പറ്റാണ്ട് ഓടി ചെന്ന് വിനീതിനെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. ആ സമയത്ത് കാവേരി പറയുന്നുണ്ട്, ഇനിയിപ്പോൾ കെട്ടിപ്പിടുത്തമൊക്കെയും കല്യാണം കഴിഞ്ഞിട്ടാവാം, എന്തായാലും ഇപ്പം തന്നെ അമ്പലത്തിലെ ആളുകൾ നോക്കി നിന്ന് വിഷമിച്ചിട്ടുണ്ട്, പെട്ടെന്ന് വാ നമുക്ക് ഓഡിറ്റോറിയത്തിൽ എത്തണമെന്നും പറഞ്ഞുകൊണ്ട് ഇവരെ രണ്ടുപേരെയും വിളിച്ച് ജീപ്പിൽ കയറി പോകുന്നുണ്ട്. അങ്ങനെ അമ്പലത്തിൽ ചെല്ലണ സമയത്താണെങ്കിൽ നമ്മളുടെ ജയപാലനാണെങ്കിൽ വലിയ ഷോയൊക്കെ ഇറക്കുന്നുണ്ട്. എന്താ ഈ ശാരദ, നിൻ്റെ മോക്കടെ കല്യാണം 3ാമതും മുടങ്ങിയല്ലോ, ഇനി അവളെ കേട്ടാൻ ആരെങ്കിലും വരുമോ? അപ്പോഴേ ഞാൻ പറഞ്ഞത് ആവനെയും കൊണ്ട് ആ കല്യാണം നടത്തിക്കാൻ, അതെങ്ങനെയാ, ഒരു കൊച്ചുണ്ടെന്നും പറഞ്ഞല്ലേ നീ അത് വേണ്ടാന്ന് വെച്ചേന്നൊക്കെ പറയുമ്പം ജയപാലേട്ടൻ ഇപ്പം എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പം ഏട്ടനോ അത് നീ നേരത്തെ എടുത്ത് കളഞ്ഞല്ലേ എന്നൊക്കെ ചോദിച്ച് വീണ്ടും പരിഹസിക്കുമ്പോൾ ശാരദ ഇങ്ങനെ സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ നേരത്തെ ജയപാലൻ പറയുന്നുണ്ട്, എന്നെ വെറുപ്പിച്ചവരാരും നല്ലോണം ജീവിച്ചിട്ടില്ല, ഞാൻ പറഞ്ഞത് അനുസരിച്ച് ജീവിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഒരു കുഴപ്പവും വരില്ലായിരുന്നു, ഇനിയിപ്പോൾ ഗംഗയുടെ കല്യാണം ഈ ജന്മം നടക്കൂല നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞ് അയാളിങ്ങനെ പോവാനായിട്ട് കാർ എടുക്കാൻ പോണ സമയത്ത് അയാളുടെ കാറിൻ്റെ ഫ്രണ്ടിലോട്ട് ഒരു ജീപ്പ് കൊണ്ടുവന്ന് നിർത്തുന്നുണ്ട്. അന്നേരം ധാരാളം ആ വണ്ടിയുടെ മുമ്പിലേക്ക് ജീപ്പ് കൊണ്ടുവന്ന് നിർത്തിയേക്കണേന്നും ചോദിച്ച് ഇയാൾ ദേഷ്യപ്പെട്ടുകൊണ്ട് അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് ജീപ്പിൽ നിന്നും കാവേരി ഇറങ്ങി വന്നിട്ട് ഡായ് അല്ല ഡി ആണെന്നും പറഞ്ഞുകൊണ്ട് ഒരു പ്രത്യേക താളത്തിൽ ജയപാലനോട് പറയുമ്പം, എന്താ ഡി, നീ ഇപ്പോൾ വലിയ ആളായിട്ട് വന്നെ, നിന്നെ കുറച്ച് സമയമായിട്ട് ഇവിടെ കാണുന്നില്ലായിരുന്നല്ലോ, നീ എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പം കാവേരി പറയുന്നുണ്ട്, ചില സീനുകളിൽ കാവേരി ഉണ്ടാവില്ല, പക്ഷേ കാവേരി വരുന്ന സീനുകളിൽ അതിൻ്റെ കേട് തീർത്തിട്ടേ കാവേരി വരുള്ളൂ, ഈ ട്രിപ്പിൾ പഞ്ചെന്നൊക്കെ കേട്ടിട്ടില്ല, ആ മാതിരിയാണ് ഞാൻ വരുള്ളൂ, എന്തായാലും ഇപ്പോൾ സമാധാനമായില്ലേ, എന്നെ കാണാണ്ട് വിഷമിച്ച് നിൽക്കുമല്ലായിരുന്നോ എന്നൊക്കെ ചോദിച്ച് പരിഹസിക്കുന്ന സമയത്ത് ജയപാലൻ ചോദിക്കുന്നുണ്ട്, നിനക്കൊക്കെ ഇത്ര അഹങ്കാരത്തിൻ്റെ അടി കല്യാണം മുടങ്ങിയെന്ന് പറയുമ്പോൾ, എൻ്റെ ഗംഗേച്ചിയുടെ കല്യാണം മുടങ്ങിയെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്, എൻ്റെ ഗംഗേച്ചിയുടെ കല്യാണം ഈ മണ്ഡപത്തിൽ വെച്ച് അതേ മുഹൂർത്തത്തിൽ തന്നെ നടക്കും, അതും വിനീതേട്ടൻ തന്നെ താലി കെട്ടു എന്ന് പറയുമ്പോൾ ഈ ജയപാലനാണെങ്കിൽ ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ ഇങ്ങനെ നോക്കി നിൽക്കുന്ന നേരത്താണ് വണ്ടിയിൽ നിന്ന് കങ്ങയും വിനീതും കൂടി ഇറങ്ങി വന്നത്. ആ സമയം ജയപാലൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇവനെ സുജാത വീട്ടിൽ പൂട്ടിയിട്ടേക്കുവാന്നാലോ കേട്ടെ, എന്നിട്ടിപ്പോൾ ഇവൻ എങ്ങനെയാണ് വന്നത്, അതെങ്ങനെയാണ്, ഇവളല്ലേ ആള്, ഇവള് പോയി വിളിച്ചുകൊണ്ടിരിക്കും എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പോകാൻ നിൽക്കുമ്പോൾ
കാവേരി പറയുന്നുണ്ട്, എന്താ ജയപാലനെങ്കിലെ ഭക്ഷണമൊന്നും കഴിക്കാണ്ട് പോവുകയാണോ? എന്തായാലും സുഹൃത്തിൻ്റെ മകളുടെ കല്യാണം കൂടാൻ വന്നതല്ലേ, കല്യാണവും കൂടി അതിൻ്റെ സദ്യയും കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറയുമ്പം നീ ഓടിയെന്നും പറഞ്ഞ് അയാൾ അങ്ങോട്ട് പോകാൻ നിൽക്കുന്നുണ്ട്. അന്നേരം കാവേരി പറയുന്നുണ്ട്, ഇപ്പം നിങ്ങൾ ഞങ്ങളെ എല്ലാവരെയും പരിഹസിച്ചില്ലേ ഈ അമ്പലത്തിൽ വെച്ച്, നിങ്ങളെക്കുറിച്ചുള്ള യഥാർത്ഥ സത്യങ്ങൾ എല്ലാവരും അറിയണ ആ സമയത്ത് എല്ലാവരും നിങ്ങളെ കൂവും, അത് നിങ്ങളുടെ മരണത്തിന് തുല്യമായിരിക്കും എന്ന് പറയുന്നു. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ശാരദയാണെങ്കിൽ ഗംഗ തിരിച്ചു വന്നു എന്ന് അറിഞ്ഞതും സന്തോഷത്തോടുകൂടി ഓടി വരുമ്പോഴാണ് വിനീതിനെയും കാണുന്നത്. വിനീതിനെ കണ്ടതോടുകൂടി, മോനെ നീ വന്നല്ലോ, അമ്മായിയുടെ അഭിമാനം നീ കാത്തു, ഇല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യേണ്ട വന്നേനായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ വിനീത് പറയുന്നുണ്ട്, അമ്മായി ചില തടസ്സങ്ങൾ സംഭവിച്ചു, അതുകൊണ്ടാണ് ഞാൻ വരാൻ വൈകിയത്, എന്തായിരുന്നു പ്രശ്നം എന്ന് ചോദിക്കുമ്പം അതൊക്കെ പിന്നെ പറയാം, എന്തായാലും മുഹൂർത്തമായില്ലേ, ഇപ്പോൾ താലികെട്ട് നടക്കട്ടെ എന്നും പറഞ്ഞ് വിനീത് അങ്ങോട്ട് വന്ന സമയത്ത് പൂജാരി വന്നിട്ട് പറയുന്നുണ്ട്, ഇനി അധികം സമയമില്ല, എത്രയും പെട്ടെന്ന് വധുവിനെയും വരനെയും മണ്ഡപത്തിലേക്ക് ഇരുത്തിക്കോന്ന്. അങ്ങനെ ശാരദയും കാവേരിയും എല്ലാവരും കൂടി ചേർന്ന് ഗംഗേനെയും വിനീതിനെയും മണ്ഡപത്തിലേക്ക് കയറ്റി കൊണ്ടുപോയി ഇരുത്തുന്നുണ്ട്. ഈ സമയത്ത് നമ്മളുടെ സുജാതയാണെങ്കിൽ വിനീത് റൂമിലുണ്ടെന്നുള്ള ആ ഒരു വിശ്വാസത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്. പിന്നീട് റൂമിൽ നിന്ന് അനക്കമൊന്നും കേൾക്കാതെ ആകുമ്പം സുജാത വന്ന് ഇവൻ്റെ അനക്കമൊന്നും കേൾക്കണില്ലല്ലോ, ഇനി അവൻ വലിയ കടുങ്കയും ചെയ്തോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് മോളോട് ചെന്ന് പറയുന്നുണ്ട്, മോളെ അവൻ്റെ അനക്കമൊന്നും കേൾക്കണില്ലല്ലോ എന്ന് പറയുമ്പം എന്തായാലും ഇപ്പം മുഹൂർത്തമൊക്കെ കഴിഞ്ഞില്ലേ, അമ്മ ചെന്ന് ഡോറ് തുറന്ന് നോക്കുന്നു പറയുമ്പം സുജാത പോയി ഡോറ് തുറന്ന് നോക്കുന്നുണ്ട്. അങ്ങനെ ഡോറ് തുറന്ന് റൂമിൽ കയറി നോക്കുമ്പം അവിടെ വിനീതിനെ കാണുന്നില്ല. ഇവനിത് എവിടെ പോയി എന്ന് പറഞ്ഞ് ചുറ്റും നോക്കുമ്പോഴൊന്നും വിനീത് അവിടെ ഇല്ല. എന്നിട്ട് വിനീതേന്നും പറഞ്ഞ് വിളിക്കണ്ടെങ്കിലും വിനീത് വിളി കേൾക്കണില്ല. എന്നാലും ഈ ചെറുക്കൻ ഇത് എവിടെ പോയി എന്നും പറഞ്ഞുകൊണ്ട് സുജാത ഇങ്ങനെ ചുറ്റും നോക്കിയിട്ട് മേളിലോട്ട് നോക്കണ സമയത്ത് ഓട് പൊളിഞ്ഞിരിക്കുന്നത് കാണുന്നുണ്ട്. ആ സമയത്ത് സുജാത ചതിച്ചല്ലോ ഭഗവാനെ എന്നും പറഞ്ഞ് നെഞ്ചത്ത് കൈയും വെച്ച് നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം.